Good afternoon. Okay. ഒരു 5 മിനിറ്റോളം വൈകി കേട്ടോ. പുതിയ ബാച്ച് ആയിരുന്നേ. പുതിയ ബാച്ച് ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോടല്ലേ പറഞ്ഞേ ഫസ്റ്റ് നമുക്ക് ഇന്നലെ പുതിയ 27th ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഇന്നിപ്പോ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നല്ലേ. അപ്പൊ അത് ക്ലാസ് തീരാറായപ്പോ പിള്ളേര് ഇങ്ങനെ ബുക്കിന്റെ കാര്യം ടെക്സ്റ്റ് കിട്ടിയിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് അവര് സംസാരിച്ചു. പിന്നെ അവരുടെ ക്ലാസ് ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചപ്പോ അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതാണ് ടെസ്റ്റ് വൈകിയത്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എന്തെങ്കിലും കാരണവശാല് ഒരു 4 മിനിറ്റ് വൈകുകയാണെങ്കിൽ നിങ്ങൾ ആ ടെക്സ്റ്റ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കണം എന്ന്. ഓക്കെ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് കേട്ടോ. ഓക്കെ, ഇതാണ് എന്റെ മക്കളൊന്നും ഇണ്ടാത്തെ. ആ ഓക്കെ, ഞാൻ പറഞ്ഞു എന്റെ പിള്ളേർ അവിടെ ഒക്കെ കാത്തിരിക്കും. ഞാൻ ഫോട്ടോന്ന് പറഞ്ഞോണ്ട് വേഗം ഓടി പോകുന്നത് അവിടെ നിന്ന്. ഓക്കെ, സ്ക്രീൻ ഷെയർ ചെയ്തിട്ടു. ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് അല്ലേ? ടെസ്റ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്ത് നോക്കല്ലേ നിങ്ങള്? ചെയ്ത് നോക്കല്ലേ? അതൊന്ന് ഷെയർ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഞാനൊരു വിശേഷം ചോദിച്ചാണ് കേട്ടോ. പേജ് ഒന്നും എടുക്കട്ടെ. പേജ് നമ്പർ എത്രയും പിള്ളേരെ നിങ്ങളുടെ ടെക്സ്റ്റില്? നമ്മൾ ഈ ഒരു ടേബിൾ വരെയല്ലേ നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സില്? ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഏതാണ്? ഡെഫിനിഷൻസ് പറഞ്ഞു, ക്യാരക്ടറിസ്റ്റിക്സ് ക്വാളിറ്റി പേഴ്സണൽ മാനേജറിന് പറഞ്ഞു, റോള് 4 റോളുകളും അതിൽ വരുന്നത് ഏതൊക്കെയാണെന്നുള്ളതും കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ അവിടെ നമുക്ക് മാനേജർ മേജർ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ്. മേജർ പേഴ്സണൽ മാനേജർ അവിടെ ഇല്ല കേട്ടോ. അതായത് മേജർ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ് ഇൻ ഓർഗനൈസേഷൻ. മേജർ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ് ഇൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനില് പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് മാനേജ്മെന്റ് പ്രോസസ്. പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ് ഇൻ ഓർഗനൈസേഷൻ. ഓർഗനൈസേഷനിലെ മാനേജ്മെന്റ് പ്രോസസ്. പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ് ഇൻ ഓർഗനൈസേഷൻ. എന്തൊക്കെയാണ് സ്റ്റാഫ് മാനേജ്മെന്റ് അല്ലെങ്കിൽ പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ്? ഒന്നാമത്തെയാണ് ലീഡർഷിപ്പ് പ്രോസസ്. ഇതാണ് ലീഡർഷിപ്പ് പ്രോസസ്. രണ്ടാമത്തെയാണ് ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ്. അടുത്ത നോക്കിയേ സ്റ്റാഫിംഗ് പ്രോസസ്. പിന്നെ അടുത്താണ് പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ്. അടുത്ത ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ്. കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് പ്രോസസ്. അടുത്തത് കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ്. കണ്ടോ, ഏതൊക്കെയാണ് പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ് എന്നാ പറയുന്നത് കേട്ടോ. ഒന്നാമത്തെയാണ് ലീഡർഷിപ്പ്. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? നേതൃത്വം. ലീഡർഷിപ്പ് പ്രോസസ്. Leadership process involves in influencing the individual and group behavior. വ്യക്തിപരമായിട്ടുള്ള group behavior, individual and group behavior towards the achievement of organizational goals. ഓർഗനൈസേഷന്റെ ഗോൾസ്, ലക്ഷ്യങ്ങള് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇൻഡിവിജ്വൽസ്, ഗ്രൂപ്പ് ബിഹേവിയർ അതിനെ സ്വാധീനിക്കുന്നതാണ്. അതായത് ഓർഗനൈസേഷൻ എന്താണോ ലക്ഷ്യം വെച്ചിരിക്കുന്നത്, ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്താണ്, ആ സ്ഥാപനത്തിന്റെ ലക്ഷ്യം എന്താണ് അച്ചീവ് ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കുക അല്ലെ. നല്ലൊരു വിജയകരമായിട്ടുള്ള ഒരു ഇതിലേക്ക് പോകണം എന്നല്ല ഓർഗനൈസേഷൻ ആഗ്രഹിക്കുന്നത്. ഓർഗനൈസേഷന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു വിജയത്തിലേക്ക് എത്തണം, നല്ല പ്രോഫിറ്റ് കിട്ടണം, അതൊക്കെയാണ്. അപ്പൊ
ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങള് എന്താണോ ഓർഗനൈസേഷൻ ലക്ഷ്യം വെച്ചിരിക്കുന്നത് അത് നേടിയെടുക്കാനായിട്ട് വ്യക്തിപരമായിട്ടും ഗ്രൂപ്പായിട്ടും എംപ്ലോയീസിനെ അതിനു വേണ്ടി സ്വാധീനിക്കുക, ഇൻഫ്ലുവൻസ് ചെയ്യുക, അതാണ് ലീഡർഷിപ്പ് പ്രോസസ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. അവിടെ ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കും, വിച്ച് major personal management process involves influencing individual and group behavior. Which major personal management process involves individual and group behavior towards the achievement of the goals. മനസ്സിലായോ എങ്ങനെയാണ്? അപ്പൊ അത് ഏത് പ്രോസസ് ആണ്? ലീഡർഷിപ്പ് പ്രോസസ്. കിട്ടിയ ക്വസ്റ്റ്യൻ? ഓക്കെ. അപ്പൊ എന്ത് ചെയ്യുക? ഓർഗനൈസേഷന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ട് വ്യക്തിപരമായിട്ടും അതുപോലെ തന്നെ ഗ്രൂപ്പായിട്ടും എംപ്ലോയീസിനെ അതിനു വേണ്ടി സ്വാധീനിക്കുക. രണ്ടാമത്തെയാണ് ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ്. എന്താ? ന്യായമായിട്ട് എല്ലാവരെയും ഡിറ്റർമിൻ ചെയ്യുക. ആ പ്രോസസ് നോക്കിയേ. ഈക്വൽ ട്രീറ്റ്മെന്റ് ടു ഓൾ ആൻഡ് ഫെയർ കോമ്പൻസേഷൻ ഫോർ ദ വർക്ക്. കണ്ടോ? എല്ലാവരെയും തുല്യമായിട്ട് പരിഗണിക്കണം. ഇനി കുറച്ച് എംപ്ലോയിഡ് ഇങ്ങനെ, വേറെ കുറച്ച് എംപ്ലോയിഡ് അങ്ങനെ പാടില്ല. എങ്ങനെയാ? എല്ലാവരെയും തുല്യമായിട്ട് പരിഗണിക്കണം. എന്താ പറഞ്ഞേക്കുന്നത്? എല്ലാവരെയും തുല്യമായിട്ട് പരിഗണിക്കണം. ഈക്വൽ ട്രീറ്റ്മെന്റ് ടു ഓൾ ആൻഡ് എ ഫെയർ കോമ്പൻസേഷൻ ഫോർ ദ വർക്ക്. അതുപോലെ തന്നെ എല്ലാവർക്കും ന്യായമായിട്ടുള്ള കോമ്പൻസേഷൻ, പ്രതിഫലം നൽകണം. അതാണ് ഏത്? ജസ്റ്റിസ് ഡിറ്റർമിനേഷൻ പ്രോസസ്സിൽ വരുന്നത്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ. Justice determination process, equal treatment to all and fair compensation for the work. അവർക്ക് ന്യായമായിട്ടുള്ള കോമ്പൻസേഷൻ, ഈക്വൽ ട്രീറ്റ്മെന്റും ഒക്കെ കൊടുക്കണം. ഇനി മൂന്നാമത്തെയാണ് ടാസ്ക് സ്പെസിഫിക്കേഷൻ പ്രോസസ്. ഇതാണ് ടാസ്ക് സ്പെസിഫിക്കേഷൻ പ്രോസസ്. Consisting division of the total task into individual jobs. The consisting division to the total task into individual ജോബ്സ്. എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്ത് കൊടുക്കണമെന്ന്. ആ മൊത്തത്തിലുള്ള ടാസ്ക് ഇല്ലേ, ആ ടോട്ടൽ വർക്ക് എന്ത് ചെയ്യാ? ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. കൺസിസ്റ്റ് ഇൻ ഡിവിഷൻ ഓഫ് ദ ടോട്ടൽ ടാസ്ക് ഇൻ ടു ഇൻഡിവിജ്വൽ ജോബ്സ്. അതായത് ഇൻഡിവിജ്വൽ ജോബ്സ് നമ്മൾ ആ ജോലിനെ എന്ത് ചെയ്യുക? ഈക്വൽ ആയിട്ട് അവരെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ടാസ്ക് സ്പെസിഫിക്കേഷൻ പ്രോസസ്. ഇനി ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. അടുത്തതാണ് സ്റ്റാഫിംഗ് പ്രോസസ്. ഈ സ്റ്റാഫിംഗ് പ്രോസസ്സിൽ എന്താ? നാലാമത്തെയാണ് കേട്ടോ. സ്റ്റാഫിംഗ് പ്രോസസ്. സ്റ്റാഫിംഗ് പ്രോസസ്സിൽ എന്താ വരുന്നത്? ഇൻവോൾവ്സ് ദ മാൻ പവർ പ്ലാനിംഗ്, ഡെവലപ്പിംഗ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്, അസസ്മെന്റ് ഓഫ് ആപ്ലിക്കൻസ്, എംപ്ലോയ്മെന്റ് ഡിസിഷൻ, ഇൻഡക്ഷൻ ആൻഡ് ഓറിയന്റേഷൻ, ട്രാൻസ്ഫേഴ്സ്, പ്രൊമോഷൻ ആൻഡ് ഡിമോഷൻ. അതൊക്കെയാണ് സ്റ്റാഫിംഗ് പ്രോസസ്സിൽ വരുന്നത്. മാൻ പവർ പ്ലാനിങ്. മാൻ പവർ എന്ന് പറഞ്ഞാൽ ആരാണോ? ഹ്യൂമൻ റിസോഴ്സ് അല്ലെ, മനുഷ്യരാണ്. അവരെ പ്ലാൻ ചെയ്യുക, ആസൂത്രണം ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ റിക്രൂട്ട്മെന്റ്, അവരെ എന്താണ് ഫൈൻഡ് ചെയ്യുന്ന പ്രോസസ്സാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. ആ സ്ഥാപനത്തിലേക്ക് ആവശ്യമായിട്ടുള്ള എംപ്ലോയീസിനെ കണ്ടെത്തുന്ന പ്രോസസ്സാണ് റിക്രൂട്ട്മെന്റ്. അതിന്റെ സോഴ്സ് വികസിപ്പിക്കുക, ആപ്ലിക്കൻസിനെ വിലയിരുത്തുക, എംപ്ലോയ്മെന്റ്, തൊഴിൽ സംബന്ധമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക, ഇൻഡക്ഷൻ ആൻഡ് ഓറിയന്റേഷൻ. ഇൻഡക്ഷൻ ആൻഡ് ഓറിയന്റേഷൻ എന്ന് പറഞ്ഞാൽ ആ എംപ്ലോയീസ്, അതായത് പുതുതായിട്ട് ഒരു സ്ഥാപനത്തിലേക്ക് വരുന്ന എംപ്ലോയീസ് ഇല്ലേ, അവരെ അത് സ്ഥാപനത്തെ കുറിച്ചും എന്താണ് അവിടുത്തെ പ്രവർത്തന രീതികളെ എംപ്ലോയീസിനെ മറ്റ് എംപ്ലോയീസിനെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന പ്രോസസ്സാണ് ഇൻഡക്ഷൻ ആൻഡ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത് കേട്ടോ. സ്ഥാപനത്തിലേക്ക് പുതുതായിട്ട് വരുന്ന എംപ്ലോയീസിനെ അവിടുത്തെ നിയമങ്ങള്, നയങ്ങള്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ്. ഓർഗനൈസേഷനൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനാണ് ഇൻഡക്ഷൻ ആൻഡ് ഓറിയന്റേഷൻ എന്ന് പറയുന്നത്. പിന്നെ ട്രാൻസ്ഫർ, പിന്നെ അതുപോലെ തന്നെ പ്രൊമോഷൻ, ഡിമോഷൻ. ഡിമോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഡിമോഷൻ എന്താ? ജോലിന്ന് എന്താണ് അത്? എന്താണ്? ജോലിയിലെ റാങ്കിങ് അല്ലെങ്കിൽ പദവി കുറയ്ക്കുക. എന്തെങ്കിലും ജോലിയിൽ ഇരിക്കുമ്പോ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യുക? അവരെ വേണമെങ്കിൽ സ്ഥാനം താഴെ പൊസിഷനിലേക്ക് പെട്ടെന്ന് മാറ്റും അല്ലേ? അങ്ങനെ കണ്ടിട്ടുണ്ടോ? നല്ല ഹൈ റാങ്കിൽ ഇരിക്കുന്ന ആളായിരുന്നു. അപ്പൊ ആ ജോലിയിൽ ഇരിക്കുമ്പോ എന്തെങ്കിലും അവിടെ എന്തെങ്കിലും കള്ളത്തരം എന്തെങ്കിലും കാണിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ചെയ്താൽ അവരെ നേരെ എന്ത് ചെയ്യും? ഏറ്റവും താഴെ ഒരു എന്താ ലെവലിലേക്ക് മാറ്റും അല്ലെ? അതിനെയാണ് ഡിമോഷൻ എന്ന് പറയുന്നത് കേട്ടോ.
ജോലിയിലെ റാങ്കിങ് അല്ലെങ്കിൽ പദവി കുറയ്ക്കുന്നതിനെയാണ് ഡിമോഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതെല്ലാം ഏതിൽ വരുന്നതാണ്? സ്റ്റാഫിംഗ് പ്രോസസ്സിൽ വരുന്നത്. ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ, സ്റ്റാഫിംഗ് പ്രോസസ്സിൽ വരുന്നതാണ്. ക്ലിയർ ആണോ? ഇനി അടുത്തത് പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ്സ്. എന്താണ് പെർഫോമൻസ് അപ്രൈസൽ എന്ന് പറഞ്ഞാൽ? എന്താ? പെർഫോമൻസ് വിലയിരുത്തുക. പെർഫോമൻസ് അപ്രൈസൽ പ്രോസസ്, പെർഫോമൻസ് വിലയിരുത്തുക. റിലേറ്റഡ് വിത്ത് കോൺസ്റ്റന്റ് ഇവാലുവേഷൻ ഓഫ് ദ എംപ്ലോയീസ് വർക്ക് സോ ദാറ്റ് വെൻ നെസസറി പ്രൊമോഷൻ, പേ റേസസ്, ട്രാൻസ്ഫർ, ട്രെയിനിങ് എക്സെട്ര മേ ബി ഗിവൺ. പറഞ്ഞേക്കുന്നേ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പെർഫോമൻസ് അപ്രൈസൽ. അവരുടെ പ്രകടനം വിലയിരുത്തുന്നതാണ് പെർഫോമൻസ് അപ്രൈസൽ. പെർഫോമൻസ് വിലയിരുത്തുന്നു. എന്തുമായിട്ട് ബന്ധപ്പെട്ട്? റിലേറ്റഡ് വിത്ത് കോൺസ്റ്റന്റ് ഇവാലുവേഷൻ ഓഫ് എംപ്ലോയീസ് വർക്ക്. എംപ്ലോയീസിന്റെ വർക്ക് അതിനെ നിരന്തരമായിട്ട് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ പെർഫോമൻസ് വിലയിരുത്താണ്. സോ ദാറ്റ് വെൻ നെസസറി പ്രൊമോഷൻ, പേ റേസസ്, ട്രാൻസ്ഫർ, ട്രെയിനിങ് എക്സെട്ര ഇതെല്ലാം എന്ത് ചെയ്യണം? മേ ബി ഗിവൺ. ഇതെല്ലാം നൽകണം. ഇനി അടുത്തത് നോക്കിയേ. അടുത്തത് ഇപ്പൊ നമുക്ക് പെർഫോമൻസ് വിലയിരുത്തിയിട്ടേ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നവർക്ക് വേണമെങ്കിൽ എന്താ പറയാ പ്രൊമോഷൻ ഒക്കെ കൊടുക്കാൻ പറ്റൂലേ? അല്ലേ? അവർക്ക് വേണമെങ്കിൽ പ്രൊമോഷൻ കൊടുക്കാം. ഇനിയിപ്പോ ഇതൊക്കെ കുറവാണ്, പെർഫോമൻസ് അത്ര പോരാ, അങ്ങനെയുള്ളവരാണെങ്കിൽ അവർക്ക് വേണ്ട ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അല്ലേ? പെർഫോമൻസ്. അപ്പൊ അത് പെർഫോമൻസ് വിലയിരുത്തുന്ന പ്രോസസ്സ്. ഇനി അടുത്തതാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് പ്രോസസ്. ബ്ലെൻഡ് ഓഫ് മെനി സബ് പ്രോസസ് വിച്ച് ഇന്റൻഡഡ് ടു കറക്റ്റ് ദ ക്വാളിറ്റി ഓഫ് വർക്ക് ഓഫ് ദ ഇൻഡിവിജ്വൽ. എന്താണ്? ഒരു വ്യക്തിയുടെ ആ ജോലിയുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ള നിരവധി പ്രക്രിയകൾ. അതാണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. അല്ലെ? അപ്പൊ അവരുടെ പെർഫോമൻസ് കുറവാണെങ്കിൽ എന്ത് ചെയ്യാം? നമുക്ക് ട്രെയിനിങ് ആൻഡ് അവരെ ഡെവലപ്പ് ചെയ്യാനുള്ള, അവരെ വികസിപ്പിക്കാനുള്ള പ്രോസസ്സ് നടത്താം. കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് പ്രോസസ്. കോമ്പൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അവർക്ക് വേണ്ട ആനുകൂല്യങ്ങള് അല്ലെ നഷ്ടപരിഹാരങ്ങള്, പ്രതിഫലം, റിവാർഡുകള് ഇതൊക്കെ കൊടുക്കാം. ഡിറ്റർമിൻ ദ മെക്കാനിസം ആൻഡ് ഫോം ഫോർ ഗിവിംഗ് ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ റിവാർഡ്. പൈസയായിട്ടും അല്ലെങ്കിൽ പൈസ അല്ലാത്ത റിവാർഡുകള്, കോമ്പൻസേഷൻ കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കാം. അല്ലെ? അതായത് ഇപ്പൊ കമ്പനി എന്തെങ്കിലും നല്ല ലാഭമൊക്കെ ആണെങ്കിൽ എംപ്ലോയീസിന് വേണ്ടി കുറച്ച് പൈസ കൂടുതൽ കൊടുക്കാം. അല്ലെങ്കിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്നവർക്ക് റിവാർഡ് കൊടുക്കാം. അത് പൈസ സാലറിയിൽ വേണമെങ്കിൽ പൈസ കൂട്ടി കൊടുക്കാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ ഗിഫ്റ്റുകളായിട്ടൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഫിനാൻഷ്യൽ ആയിട്ടോ ഇപ്പൊ കമ്പനിക്ക് നല്ല മാനേജറാണ്, നല്ല ഇതൊക്കെയാണ്, കമ്പനിക്ക് ഇതൊക്കെ ഒരു കാറ് വേണമെങ്കിൽ കമ്പനിക്ക് കൊടുക്കാം. അല്ലെ? അതൊക്കെ ഏതാ? നോൺ ഫിനാൻഷ്യൽ റിവാർഡുകളാണ്. അപ്പൊ അതൊക്കെ കൊടുക്കാം. ആണ് കോമ്പൻസേഷൻ ആൻഡ് റിവാർഡ് പ്രോസസ്. പിന്നെ അടുത്ത ഏതാ? കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ്. ഇതെല്ലാരും നമ്മള് ഈ ഇതിലാണ് പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ്സിൽ വരുന്നയാട്ടോ. ഇതെല്ലാം എന്താണ്? പേഴ്സണൽ മാനേജ്മെന്റ് പ്രോസസ്, സ്റ്റാഫ് മാനേജ്മെന്റ് പ്രോസസ്. ഒരു സ്റ്റാഫിനെ അല്ലെങ്കിൽ ആ ഓർഗനൈസേഷനിലെ എംപ്ലോയീസിനെ മാനേജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രോസസ്സാണ് ഈ പറയുന്നത് കേട്ടോ. അടുത്തതാണ് കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ്. കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോസസ് ദാറ്റ് ഡിസൈഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ യൂണിയൻ ആൻഡ് ദ എംപ്ലോയർ റിഗാർഡിംഗ് വേജസ്, ബെനിഫിറ്റ്സ്, hours and working condition etc. നേരത്തെ എന്താ പറഞ്ഞേക്കുന്നത്? കളക്റ്റീവ് ബാർഗൈനിങ്, the process that decide the relationship between the union and the employer regarding wages, benefits, hours and working condition. അപ്പൊ അതായത് എന്താണ്? കൂട്ടായി വിലപേശൽ. ഇപ്പൊ കമ്പനിയിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ എന്താണ് അവിടെ നടത്തുന്ന കമ്പനിയും, അതായത് നമ്മുടെ എംപ്ലോയിയുടെ റെപ്രസെന്റേറ്റീവ്സും മാനേജ്മെന്റിന്റെ റെപ്രസെന്റേറ്റീവ്സും തമ്മിൽ നടത്തുന്ന നെഗോഷിയേഷൻ, ചർച്ചകളാണ് ശരിക്കും കളക്റ്റീവ് ബാർഗൈനിങ് എന്ന് പറയുന്നത്. അപ്പൊ ആ ചർച്ചകളിലൂടെ എന്താണ് കാര്യം എന്നുള്ളതൊക്കെ കണ്ടുപിടിച്ചിട്ട് അതിനൊരു സൊല്യൂഷൻ നമ്മൾ കൊടുക്കുക ചെയ്യുന്നത്. അല്ലെ? The process that decide the relationship between the union and the employer regarding wages, benefits, hours and working condition etc. ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഏതാണ്? അവരുടെ സാലറി ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ ഈ സാലറി പോരാ, സാലറി ഞങ്ങൾക്ക് കൂട്ടി തരാം, അത് ബെനിഫിറ്റുകള്, അവരുടെ വർക്കിംഗ് അവേഴ്സ്, വർക്കിംഗ് കണ്ടീഷൻ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എംപ്ലോയറും യൂണിയനും
തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ അത് എന്താ പറയാ അവർ തമ്മിലുള്ള നെഗോഷിയേഷൻ, ഇതാണ് കളക്റ്റീവ് ബാർഗൈനിങ് പ്രോസസ്. ഇതെല്ലാം ഏതാണ് ഏത് പറഞ്ഞ ഒരു സ്റ്റാഫ് മാനേജ്മെന്റ് പ്രോസസ്സിൽ വരുന്നതാണ്. ക്ലിയർ ആയോ? ഈ പേഴ്സണൽ മാനേജ്മെന്റ് റോളിൽ വരുന്നതാണ്. ലീഡർഷിപ്പ് പ്രോസസ്, justice determination process, task specification process, staffing process, performance appraisal process, training and development process, compensation and reward process, collective bargaining process. Clear ആണോ? Okay. Okay. ഇനി അടുത്ത് നോക്കിയേ പേഴ്സണൽ പോളിസി. പേഴ്സണൽ പോളിസി, സ്റ്റാഫ് പോളിസികള്. എന്താണ് ഒരു പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത്? ഈസ് എ പ്രീ പ്ലാൻഡ് പേഴ്സണൽ പോളിസി is a pre-planned course of action that establish a guide to work towards acceptable outcome and objectives. നോക്കി എന്താണ് പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത്? നമ്മള് ഈ is a pre-planned course of action. എന്തിനു വേണ്ടിയാണ്? that established to guide to work towards the acceptable outcome and objectives. സ്വീകാര്യമായിട്ടുള്ള ഔട്ട്കം, ഫലങ്ങള്, ലക്ഷ്യങ്ങളും നേടുന്നതിനായി പ്രവർത്തിക്കാനുള്ള ഒരു മാർഗനിർദ്ദേശം സ്ഥാപിക്കുന്ന ഒരു മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഒരു പ്രവർത്തന പദ്ധതിയാണ് പേഴ്സണൽ പോളിസി ഓർ സ്റ്റാഫ് പോളിസി. ഒന്നാട്ടലൈൻ ചെയ്തോളൂ കേട്ടോ. അത് dash is a pre-planned course of action that established to guide to work towards acceptable outcome and objective. അതായത് സ്റ്റാഫിന്റെ പോളിസി അവർക്ക് സ്വീകാര്യമായിട്ടുള്ള ഫലങ്ങള്, ലക്ഷ്യങ്ങള് നേടുന്നതിനായി പ്രവർത്തിക്കുന്ന ഒരു മാർഗനിർദ്ദേശം സ്ഥാപിക്കുന്ന ഒരു മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഒരു പ്രവർത്തന പദ്ധതിയാണ് ഏത് പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത്. Personal policies are the rules that control how to deal with a human resource or personal related situation. ഇതെന്താണ് പേഴ്സണൽ പോളിസീസ് എന്ന് പറഞ്ഞാൽ? എന്താ? റൂൾസ് ആണ്. അത് അണ്ടർലൈൻ ചെയ്തോട്ടോ. എങ്ങനെ നമ്മൾ ഹ്യൂമൻ റിസോഴ്സിനെ ഡീൽ ചെയ്യാം, എങ്ങനെ അവരെ കൺട്രോൾ ചെയ്യാം. കൺട്രോൾ rules that control how to deal with the human resource or personal related, staff related situation. Human resource എങ്ങനെ ഡീൽ ചെയ്യാം, കൺട്രോൾ ചെയ്യാം എന്നതുമായി ബന്ധപ്പെട്ട റൂൾസ് ആണ് ഏത് പേഴ്സണൽ പോളിസീസ്. ഇതിനെ കൈകാര്യം ചെയ്യണം, സ്റ്റാഫിനെ, ഹ്യൂമൻ റിസോഴ്സിനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നിയന്ത്രിക്കുന്ന നിയമങ്ങളാണ് പേഴ്സണൽ പോളിസി. രണ്ടും അവിടെ ഡാഷ് ഇട്ട് ചോദിക്കാം കേട്ടോ. ഇനി അടുത്തത് എന്താണ്? അഡ്വാൻറ്റേജ് ആണ്. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി പോയിന്റ്സ്. എന്തൊക്കെയാണ് നമുക്ക് ഒരു പേഴ്സണൽ പോളിസി അച്ചീവ് ചെയ്യുന്നത്? The following advantages are achieved by setting of personal policy. ഒരു പേഴ്സണൽ പോളിസി രൂപീകരിക്കുന്നതിലൂടെ നമുക്ക് എന്തൊക്കെ നേട്ടങ്ങള് നേടിയെടുക്കാൻ പറ്റും? The following advantages are achieved by setting a personal policy. പേഴ്സണൽ പോളിസി സെറ്റ് ചെയ്യുന്നതിലൂടെ, അത് നമ്മൾ രൂപീകരിക്കുന്നതിലൂടെ എന്തൊക്കെ അഡ്വാൻറ്റേജുകൾ നേടിയെടുക്കാൻ പറ്റും, അച്ചീവ് ചെയ്യാൻ പറ്റും? ഒന്നാമത്തെ എന്താണ്? They help managers at different levels of decision making to take the decision without consulting their supervisor. ഒന്നാമത്തെ എന്താണ്? ഇങ്ങനെ പോളിസി ഉണ്ടെങ്കിൽ, സ്റ്റാഫ് പോളിസികളൊക്കെ ഉണ്ടെങ്കിൽ അത് രൂപീകരിക്കുന്നതിലൂടെ നമുക്ക് എന്ത് നേടിയെടുക്കാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ പറ്റും? ഒന്നാമത്തെ they help managers, മാനേജറിനെ സഹായിക്കും. ഡിഫറെന്റ് ലെവൽസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്, എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാൻ, to take the decision without consulting their supervisor. അവരുടെ സൂപ്പർവൈസറുമായി ആലോചിക്കാതെ തീരുമാനം എടുക്കാനായിട്ട് മാനേജേഴ്സിനെ ഹെൽപ്പ് ചെയ്യും. എന്താ? അവിടെ ഒരു സ്റ്റാഫിന്റെ പോളിസി ഇല്ലേ, ഇത് ഇങ്ങനെയാണ് ആ നിയമം. അപ്പൊ പിന്നെ ആലോചിക്കേണ്ട ആവശ്യമുണ്ടോ? സൂപ്പർവൈസറിനോട് ചോദിക്കണോ? അത് കറക്റ്റ് റൂൾസ് ഉണ്ടല്ലോ, അവിടെ പേഴ്സണൽ പോളിസികൾ ഉണ്ടല്ലോ, സ്റ്റാഫ് പോളിസി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മാനേജറിന് പലതരത്തിലുള്ള ഡിസിഷൻ എടുക്കാൻ ടോപ്പ് ആയിട്ടുള്ള സൂപ്പർവൈസറിനോട് ആലോചിക്കേണ്ട ആവശ്യമില്ല. അവന് എന്താണ്, ആ മാനേജറിന് ആ പേഴ്സണൽ പോളിസി എങ്ങനെയാണ് അതിനെ ബേസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാം. ക്ലിയർ ആണോ?
എന്താണ് മിണ്ടാത്ത മെസ്സേജ് ഉണ്ടാ? ഇതിന്റെ അടിയിലായിട്ട് കാണാത്തയാണോ? ഒന്നാമത്തെ ക്ലിയർ ആണോ? പേഴ്സണൽ പോളിസി രൂപീകരിക്കുന്നതിലൂടെ എന്ത് പറ്റി? പേഴ്സണൽ പോളിസി രൂപീകരിക്കുന്നതിലൂടെ ഈ മാനേജറിന് സഹായിക്കും. എങ്ങനെ? സ്വന്തമായിട്ടല്ല, പോളിസിനെ ബേസ് ചെയ്തിട്ട് തീരുമാനം എടുക്കാൻ. സൂപ്പർവൈസറിനോടൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. അടുത്ത് നോക്കിയത് ensure long term welfare of employee and to make a good employer relationship as favoritism and discrimination are lessened. പിന്നെ രണ്ടാമത്തെ പേഴ്സണൽ പോളിസി ഉണ്ടെങ്കിലുണ്ടല്ലോ എംപ്ലോയീസിന്റെ ക്ഷേമം ഒക്കെ പരിഹരിക്കാം, അല്ലെ? എന്നുവെച്ചാൽ അവിടെ നല്ല നിയമങ്ങളും നയങ്ങളൊക്കെ ഉണ്ടല്ലോ, സ്റ്റാഫ് പോളിസി ഉണ്ട്. അപ്പൊ അതനുസരിച്ച് ചെയ്യുമ്പോൾ എന്ത് ഉറപ്പുവരുത്തുന്നു? ലോങ് ടേം വെൽഫെയർ ഓഫ് എംപ്ലോയിയുടെ ദീർഘകാലത്തിലുള്ള ക്ഷേമം നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റും. പിന്നെ അത് മാത്രമല്ല, നല്ല ഗുഡ് എംപ്ലോയി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്? ഫേവറിറ്റിസം, ഡിസ്ക്രിമിനേഷൻ ഒക്കെ കുറയ്ക്കാൻ പറ്റും. എന്താ കാര്യം? ഫേവറിറ്റിസം, ഡിസ്ക്രിമിനേഷനും ഒക്കെ കുറയ്ക്കാനും പറ്റും. മനസ്സിലായോ? ആരെ ഫേവർ ചെയ്തൊന്നും ചെയ്യാൻ പറ്റില്ല. അവിടെ കറക്റ്റ് പേഴ്സണൽ പോളിസി ഉണ്ടല്ലോ, അതനുസരിച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഫേവറിറ്റിസോ ഡിസ്ക്രിമിനേഷൻ, വിവേചനം ഒന്നും ഇന്ന കുറച്ച് പേരോട് കുറച്ച് രീതി, വേറെ കുറച്ച് പേരോട് അങ്ങനെയൊന്നും കാണിക്കാൻ പറ്റില്ല. അതൊക്കെ കുറയ്ക്കാൻ പറ്റും. 2 പോയിന്റ്സും ഓക്കെയാണ് അല്ലെ? ഇനി ഒബ്ജക്റ്റീവ്സ് ഒന്ന് നോക്കിയേ. കുഞ്ഞു പോയിന്റ്സ് ആണ് കൊടുത്തേക്കണേ. ഒബ്ജക്റ്റീവ്സ് ഓഫ് പേഴ്സണൽ പോളിസീസ് എന്തൊക്കെയാണ്? ഒരു പേഴ്സണൽ പോളിസിയുടെ ഒബ്ജക്റ്റീവ് ലക്ഷ്യങ്ങള്. സ്ക്രൂട്ടിനി ഓഫ് എംപ്ലോയ്മെന്റ്, എന്താണ്? തൊഴിൽ സുരക്ഷിതമാക്കല്. സെക്യൂരിറ്റി കേട്ടോ, വായിച്ചത് മാറിപ്പോയതാണ്. സെക്യൂരിറ്റി അതായത് എംപ്ലോയ്മെന്റിന്റെ സുരക്ഷ. നമുക്ക് എപ്പോഴും ഒരു എന്താ പറയാ, ഒരു സെക്യൂരിറ്റി കിട്ടൂലേ, സുരക്ഷ കിട്ടൂലേ? തൊഴില് നമ്മുടെ എംപ്ലോയ്മെന്റ് തൊഴിലിനെ സുരക്ഷിതമാക്കാൻ പറ്റും. കറക്റ്റ് പോളിസികൾ ഉണ്ടല്ലോ, സ്റ്റാഫ് പോളിസി ഉണ്ട്. അപ്പൊ അതിനകത്ത് പറയും ഇപ്പൊ ഇത്ര ഇതെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ആ തൊഴിലിനെ എന്താ സെക്യൂർ ചെയ്യാൻ പറ്റും. സെക്യൂരിറ്റി ഉണ്ട്. സെക്യൂരിറ്റി ഓഫ് എംപ്ലോയ്മെന്റ്, തൊഴിലിന് സുരക്ഷിതത്വം ഉണ്ട്. പേയ്മെന്റ് ഓഫ് ഫെയർ വേജ്, ഫെയർ എന്നാണ് കേട്ടോ, FAIR എന്നാണ്. ടെക്സ്റ്റ് ഒന്ന് നോക്കിയത്. ഫെയർ, FAIR, ഫെയർ വേജ്. ഫെയർ വേജ് എന്ന് വെച്ചാൽ ന്യായമായ വേതനം. ഞാനിവിടെ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് കറക്റ്റ് ആണോ പിള്ളേരെ? ഫെയർ എന്നാണോ അത്? FAIR, ഫെയർ എന്നാണോ? ഫെയർ അല്ല. അപ്പൊ അതൊന്ന് കറക്റ്റ് ചെയ്ത് അവിടെ ഫെയർ എന്നാക്കി FAIR എഴുതിക്കോ. പേയ്മെന്റ് ഓഫ് ഫെയർ വേജസ്, നമ്മുടെ അവർക്കുള്ള ന്യായമായിട്ടുള്ള പേയ്മെന്റ് അത് ഉറപ്പാക്കാൻ പറ്റും. ചുറ്റിവാണ്. അടുത്തത് അതായത് എംപ്ലോയറിന് തോന്നിയ മൂല്യമൊന്നും കൊടുക്കാൻ പറ്റൂല. അവിടെ എന്താണ്? സ്റ്റാഫിന് പോളിസി ഉണ്ട്, ഇത്ര രൂപ വേതനം, അങ്ങനെയൊക്കെ കൃത്യമായിട്ട് പറയണ്ട്. അപ്പൊ ന്യായമായിട്ടുള്ള വേതനം കൊടുക്കാൻ കൃത്യമായിട്ട് കൂലികൾ ഒക്കെ കൃത്യമായിട്ട് കൊടുക്കാൻ. സൗണ്ട് ഇൻഡസ്ട്രിയൽ റിലേഷൻ. സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഗുഡ് എന്നാണ് കേട്ടോ മീനിങ്. നല്ല ഒരു വ്യവസായ ബന്ധം നിലനിർത്താം, ഓർഗനൈസേഷനുമായിട്ട് നല്ലൊരു ബന്ധം നിലനിർത്താൻ സഹായിക്കും. ട്രെയിനിങ് ഓഫ് എവരിവൺ, എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കാം. എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കാനായിട്ട്. ഒപ്റ്റിമം യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്, ഹ്യൂമൻ റിസോഴ്സിനെ എന്താണ് പരമാവധി ഉപയോഗിക്കാം. ഒപ്റ്റിമം യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്, മാക്സിമം എന്നാണ് കേട്ടോ, മാക്സിമം യൂസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. പിന്നെ അടുത്ത റെസ്പെക്ടിങ് ഹ്യൂമൻ ഡിഗ്നിറ്റി, മാനുഷിക അന്തസ്സിനെ ബഹുമാനിക്കും. റെസ്പെക്ടിങ് ഹ്യൂമൻ ഡിഗ്നിറ്റി എന്താണ്? മാനുഷിക അന്തസ്സിനെ മാനിക്കുന്നു, റെസ്പെക്ട് ചെയ്യുന്നു. ക്ലിയർ ആണോ ഒബ്ജക്റ്റീവ്സ്? ഓക്കെയാണോ? സെക്യൂരിറ്റി ഓഫ് എംപ്ലോയ്മെന്റ്, തൊഴിലിന്റെ സുരക്ഷ. പിന്നെ അടുത്തത് ന്യായമായ വേതനം കൊടുക്കാനായിട്ട്, നല്ലൊരു വ്യവസായ ബന്ധം നിലനിർത്താനായിട്ട്, എല്ലാവർക്കും ഉള്ള പരിശീലന കാര്യങ്ങള്, ട്രെയിനിങ് കാര്യങ്ങള്. പിന്നെ അടുത്തത് ഹ്യൂമൻ റിസോഴ്സിനെ മാക്സിമം ഉപയോഗിക്കാം. പിന്നെ റെസ്പെക്ടിങ് ഹ്യൂമൻ ഡിഗ്നിറ്റി, മാനുഷിക അന്തസ്സ് അതിനെ മാനിക്കുന്നു. ഇനി അടുത്തതാണ് പ്രിൻസിപ്പിൾസ് ആണ് കേട്ടോ. അതൊക്കെ ചെറിയ ചെറിയ പോയിന്റ്സ് ആണ്, ഇത് വായിച്ചു വെക്കേണ്ട കാര്യമുള്ളൂ. എന്തൊക്കെയാണ് ഈ പേഴ്സണൽ പോളിസി? അതിന്റെ പ്രിൻസിപ്പിൾസ് എന്താണ്? ഇങ്ങനെയാണ്. ട്രെയിൻ എവരിവൺ ഫോർ ദ ജോബ് ടു ബി ഡൺ.
ചെയ്യേണ്ട ജോലിക്കായിട്ട് എല്ലാവരെയും പരിശീലിപ്പിക്കുക. അതായത് ഏത് പൊസിഷനിലേക്കാണോ അവരെ അപ്പോയിന്റ്മെന്റ് ചെയ്തേക്കുന്നത് അവർക്ക് അതിന് വേണ്ട പരിശീലന കാര്യങ്ങൾ കൊടുക്കാം. train everyone for the job to be done. ചെയ്യേണ്ട ജോലിക്ക് എല്ലാവരെയും പരിശീലിപ്പിക്കുക. അടുത്ത നോക്കിയേ, put the right man in the right place. എന്താണ്? ശരിയായ വ്യക്തിയിലെ ശരിയായ പ്ലേസിൽ തന്നെ സ്ഥാപിക്കുക. Put the right man in the right place. ഇപ്പൊ നമുക്ക് അറിയില്ലാത്തൊരു പോസ്റ്റിൽ കൊണ്ടുവന്ന് ഇരുത്തി കഴിഞ്ഞാൽ നമുക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റോ? ഇല്ല. ഇപ്പൊ എന്നെ കൊണ്ടുവന്ന ടെക്നിക്കലില് അവിടെ കൊണ്ടുവന്ന് ഇരുത്തി കഴിഞ്ഞാൽ എനിക്ക് അവിടെ ചെയ്യണവിടെ ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല, അല്ലെ? ക്ലാസ് എടുക്കാനാണെങ്കിൽ ഓക്കെ. ഇനിയിപ്പോ ആ ടെക്നിക്കലില് ചിലപ്പോ ആ പിള്ളേരെ ആരെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തി കഴിഞ്ഞാൽ ചിലപ്പോ ഇതുപോലെ ക്ലാസ് എടുക്കാൻ പറ്റിയെന്ന് വരില്ല, അല്ലേ? അതായത് നമ്മളൊരു കമ്പനിയില് ഇരിക്കുമ്പോ എന്താണ്, ആ റൈറ്റ് പൊസിഷനിൽ റൈറ്റ് പ്ലേസിൽ റൈറ്റ് മാൻ, ശരിയായ ആളെ തന്നെ അവിടെ ഇടണം, വേണ്ടേ? ഇതാണ് ഒരു അഭിപ്രായത്തോട് യോജിക്കണല്ലേ? യോജിക്കണ്ടല്ലേ? ആരെങ്കിലും പിടിച്ചോണ്ടൊന്നും ഇട്ടാ പോരല്ലോ. ഓക്കെ, ഇനി അടുത്ത നോക്കി എന്താണ്? supply the right tools and the right condition of the work. വർക്കുമായി ബന്ധപ്പെട്ട ശരിയായ ടൂൾസ് സപ്ലൈ ചെയ്യുക. ഏത് ജോലിയാണോ ആ ജോലിയുമായി ബന്ധപ്പെട്ട ശരിയായ ടൂൾസ് കൊടുക്കണം, അല്ലെ? അതുപോലെ ശരിയായ വർക്കിംഗ് കണ്ടീഷൻ, ശരിയായ ജോലി സാഹചര്യങ്ങളും നൽകുക. ഇപ്പൊ ഏതെങ്കിലും ഒക്കെ ഇതിന്റെ ഇടയിലും കൂടെ ഒരു ക്ലാസ് റൂമിന്റെ ഇടയിൽ കൊണ്ടൊന്നും നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞാൽ പറ്റൂല. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് നമുക്കേതാ ടൂള്, നമ്മുടെ മുന്നിലിരിക്കുന്ന ടൂൾ ഏതാ? വീഡിയോ ആണ്, സിസ്റ്റം അല്ലേ, കമ്പ്യൂട്ടർ അല്ലേ? അപ്പൊ നമുക്കിത് ക്ലാസ് ഓൺലൈൻ ക്ലാസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വേണമല്ലോ. അല്ലാതെ ഞാനിവിടെ ഇരുന്ന് വെറുതെ ഭിത്തിനെ നോക്കി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അല്ലെ? അതായത് ശരിയായ ടൂൾസും ശരിയായിട്ടുള്ള ജോലി സാഹചര്യവും നൽകുക. അടുത്ത് നോക്കിയാൽ make the organization a coordinate team through a proper coordinate and administration of various department and division. Make the organization a coordinate team through a proper coordinate and administration of various department and division. അതായത് ഓർഗനൈസേഷനിലെ പല ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്ത് പരസ്പരം സഹകരിച്ച് കോപ്പറേറ്റ് ചെയ്ത് പോകാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും, അല്ലെ? അത് എല്ലാത്തിനും കോർഡിനേറ്റ് ചെയ്ത് ഒരു ടീമായിട്ട് പ്രോപ്പറായിട്ട് കോർഡിനേറ്റ് ചെയ്യുക, അഡ്മിനിസ്ട്രേഷൻ ചെയ്യുക, പല ഡിപ്പാർട്ട്മെന്റുകളെ അങ്ങനെ ചെയ്തുകൊണ്ട് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യണം. Provide security with the opportunity, incentives and recognition. അംഗീകാരം, ഇത് സെക്യൂരിറ്റി നൽകുക, അവർക്ക് വേണ്ട അവസരങ്ങള്, ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നതിലൂടെ ഇൻസെന്റീവ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന പ്രോത്സാഹനങ്ങള്, അല്ലെ? ബോണസ് ഒക്കെ കൊടുക്കൂലേ, ബോണസ് പ്രോത്സാഹനങ്ങൾ, ഇൻസെന്റീവ്സുകള്, അത് റെക്കഗ്നേഷൻ, അവർക്ക് വേണ്ട അംഗീകാരം എന്നിവയിലൂടെയൊക്കെ എന്താണ് അവരുടെ സുരക്ഷ നൽകുക, സെക്യൂരിറ്റി കൊടുക്കുക. Look ahead, plan ahead for more and better things. അതായത് എല്ലാം മുന്നോട്ട് നോക്കുക, നമ്മൾ കൂടുതൽ മികച്ച കാര്യങ്ങൾ മുൻകൂട്ടി ആസൂത്രണം ചെയ്യുക. പ്ലാൻ ahead for more and better things. ഇങ്ങനെ നമ്മൾ മുന്നോട്ട് നോക്കിയിട്ട് കുറച്ചും കൂടി മികച്ച കാര്യങ്ങള് മുൻകൂട്ടി ആസൂത്രണം ചെയ്യുക. എന്തിനു വേണ്ടി? ഓർഗനൈസേഷന്റെ നന്മയ്ക്ക് വേണ്ടി, അല്ലെ? ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ കൂടി പ്ലാൻ ചെയ്തിരിക്കണം. ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ കൂടി അവിടെ പ്ലാൻ ചെയ്തിരിക്കണം. അതൊക്കെയാണ് പ്രിൻസിപ്പിൾസ്. ഇതും വെറുതെ ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ. വായിച്ചു നോക്കി പെട്ടെന്ന്. എന്തൊക്കെയാണ് പ്രിൻസിപ്പിൾസ് എന്നുള്ളത്? ഓക്കെ, അവർക്ക്
പതിനൊന്നാമത്തെ പോയിന്റിൽ എന്താ പ്രിൻസിപ്പൾസിൽ പറഞ്ഞത്? ഏത് പൊസിഷനിലേക്കാണോ അവരെ അപ്പോയിന്റ്മെന്റ് ചെയ്തേക്കുന്നത് ആ ചെയ്യേണ്ട ജോലിയിലേക്ക് എല്ലാവർക്കെയും പരിശീലിപ്പിക്കുക. പിന്നെ എന്താണ്? ശരിയായ വ്യക്തിയെ ശരിയായ പ്ലേസിൽ തന്നെ എന്ത് ചെയ്യുക? സ്ഥാപിക്കുക. ശരിയായ ടൂൾസ്, ശരിയായ ജോലി സാഹചര്യങ്ങളും എന്ത് ചെയ്യുക? സപ്ലൈ ചെയ്യുക. പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും പല പല ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. ഒരു ഓർഗനൈസേഷനിലെ പല ഡിപ്പാർട്ട്മെന്റുകളെയൊക്കെ കോർഡിനേറ്റ് ചെയ്ത് എന്ത് ചെയ്യണോ? കോപ്പറേറ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യണം. പിന്നെ അവർക്ക് നല്ല അവസരങ്ങൾ കൊടുത്ത്, ഇൻസെന്റീവ്സ് കൊടുത്ത്, റിക്കഗ്നേഷൻ, അവർക്ക് വേണ്ട അംഗീകാരം എന്നിവയിലൂടെയൊക്കെ അവരുടെ സുരക്ഷ ഉറപ്പാക്കണം. പിന്നെ മുന്നോട്ട് നോക്കുക, നമ്മൾ എന്താണ് ആ ഓർഗനൈസേഷന്റെ വിജയത്തിന് വേണ്ടിയിട്ട്, നന്മയ്ക്കായിട്ട് ഫ്യൂച്ചറിലേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യണം. ക്ലിയർ ആണോ പ്രിൻസിപ്പിൾസ്? എന്തുപറ്റി? ഉറപ്പ് പറഞ്ഞിട്ടാ എല്ലാവരും ഏൽപ്പിച്ച് നിർത്തണം അവിടെ. പറഞ്ഞിട്ടാ എന്നാ ഇത്തിരി വെള്ളം കുടിച്ചെന്നാ ഉറപ്പ് പറഞ്ഞവര് വേഗം. ചറമല്ലേ, അതുകൊണ്ടാണോ? ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ പറഞ്ഞേക്കുന്നത്. ഇച്ചിരി കൂടി നമ്മുടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു ഇച്ചിരി മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇന്റർവ്യൂ, ടെസ്റ്റുകള്, പ്രൊമോഷൻ, അങ്ങനെയുള്ള കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആണ് കേട്ടോ ഇനിയുള്ള കാര്യങ്ങളൊക്കെ. ആദ്യത്തെ ഇത് മാത്രമേ ഉള്ളൂ. ചിലപ്പോ ഇന്റർവ്യൂസ് ഒക്കെ അതൊക്കെ നിങ്ങൾ എന്തായാലും മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. ഇനിയുള്ളതൊക്കെ എളുപ്പമാണ്. ആദ്യത്തെ കുറച്ച് കോമൺ ആയിട്ടുള്ളേ, അത് ഇപ്പൊ തുടങ്ങുമ്പോഴുള്ള ഒരു ഇതുള്ളൂ കേട്ടോ. വെള്ളം കുടിച്ചോ? അവർക്ക് മന്നവരൊക്കെ വെള്ളം കുടിച്ചോ? ഞാനാണെങ്കിൽ ബോട്ടിൽ എടുത്തില്ല. എനിക്ക് ഇനിയിപ്പോ ക്ലാസ് കഴിഞ്ഞാലേ ഇനിയിപ്പോ ഇവിടെ നിന്ന് ഇറക്കി വെള്ളം കുടിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, അതാണ് ഒരു 5 മിനിറ്റ് വൈകിയത്. ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു എനിക്ക്. ഇന്നലെയാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് അപ്പൊ പിള്ളേരെ ഇങ്ങനെ ചോദിച്ചോണ്ടിരുന്നപ്പോ ജസ്റ്റ് അവരോടൊന്ന് സംസാരിച്ച് ഇത്തിരി സമയം വൈകിട്ട്, അതുകൊണ്ട് ആ ക്ലാസ് കഴിഞ്ഞിട്ട് വെള്ളം കുടിച്ചില്ല. ഇനിയിപ്പോ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് വേണം. ഉച്ചയ്ക്ക് 1:30 ഇത്തിരി വെള്ളം കുടിച്ചതാണ്. ഓക്കെ, നിങ്ങൾ വെള്ളം കുടിച്ചോ? സുചിത്ര, അഖില, ഇനി ഓരോരുത്തരെ ഞാൻ വിളിക്കാം. പ്രവീണ, ശ്രുതി, ഫാത്തിമ ഇല്ലേ ഇവിടെ? അത് വെള്ളം കുടിക്കാൻ ആ വഴി പോയാ? ഉണ്ട്. ഓക്കെ, തമ്മ ഉണ്ടാലേ എനിക്ക് നിങ്ങൾ അവിടെ ഉണ്ടോന്ന് അറിയാൻ പറ്റുമോ? ഓക്കെ, ഷിനമാറിയില്ലേ? ഷിനമാറി. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, എന്താണ് ഒരു എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സൗണ്ട് പേഴ്സണൽ പോളിസി? സൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ഗുഡ് അല്ലെ? ഒരു നല്ലൊരു പേഴ്സണൽ ടോപ്പ് പോളിസിക്ക് വേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഇത് ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. ഇതൊന്ന് നോട്ട് ചെയ്തോ. എന്തൊക്കെയാണ് ഒരു നല്ലൊരു ഗുഡ് പേഴ്സണൽ പോളിസി ഓർ സൗണ്ട് പേഴ്സണൽ പോളിസിക്ക് വേണ്ട എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ്? എങ്ങനെയായിരിക്കണം ഒരു സ്റ്റോപ്പ് പോളിസി എന്ന് പറയുന്നത്? ഇറ്റ് ഷുഡ് ബി ക്ലിയർ. എങ്ങനെയായിരിക്കണം? വ്യക്തമായിരിക്കണം. പോസിറ്റീവ് ആയിരിക്കണം. ആൻഡ് ക്ലിയർലി അണ്ടർസ്റ്റുഡ് ബൈ ഈച്ച് ആൻഡ് എവറി എംപ്ലോയി ഓഫ് ദ ഓർഗനൈസേഷൻ. ആൻഡ് ക്ലിയർലി അണ്ടർസ്റ്റുഡ്, ക്ലിയർ ആയിരിക്കണം, പോസിറ്റീവ് ആയിട്ടിരിക്കണം, ഓരോ മനസ്സിലാക്കാൻ പറ്റുന്ന ഈച്ച് ആൻഡ് എവറി എംപ്ലോയി ഓഫ് ദ ഓർഗനൈസേഷൻ. ഓരോ ആ ഓർഗനൈസേഷനിലുള്ള എല്ലാ എംപ്ലോയിക്കും ക്ലിയർ ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള, ക്ലിയർ ആയിട്ടുള്ളതൊക്കെ ആയിരിക്കണം. ക്ലിയർ ആവണം, വ്യക്തമാവണം എന്നാ. ഇതെന്താണ് ഇത് വായിച്ചു നോക്കിയിട്ട് മനസ്സിലാവാ അങ്ങനെ പറ്റില്ല. എല്ലാ എംപ്ലോയിക്കും, മുകളിലുള്ളവർക്കും തരത്തിലുള്ളവർക്കും എല്ലാവർക്കും ഒരുപോലെ മനസ്സിലാകുന്നതായിരിക്കണം ഒരു പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത്. ഇനി ഇറ്റ് ഷുഡ് ബി ഇൻ റിട്ടേൺ ഫോം. എങ്ങനെയായിരിക്കണം? അത് റിട്ടേൺ ഫോമിലായിരിക്കണം. മനസ്സിലാവണ്ട പറയണത്? ഇതൊരു പേഴ്സണൽ പോളിസി എന്ന് പറയുന്നത് ഒരു റിട്ടേൺ ഫോമിലായിരിക്കണം. ഇറ്റ് ഷുഡ് ബി ഇൻ ദ ലോക്കൽ ലാംഗ്വേജ് ഓൾസോ. ഇനി എങ്ങനെയായിരിക്കണം? ലോക്കൽ ലാംഗ്വേജിലായിരിക്കണം. It should be in the local language. നമ്മുടെ ലോക്കൽ ലാംഗ്വേജിലായിരിക്കണം അത്.
നമുക്ക് അറിയില്ലാത്ത ഭാഷയിൽ കൊണ്ടുവന്ന വല്ല കണ്ണടി ഉറുദു അറിയാം അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്ന കേട്ട് വെച്ച് നമുക്ക് വായിക്കാൻ പറ്റില്ല അല്ലെ. നമ്മുടെ പ്രാദേശിക ഭാഷ, നമ്മുടെ ലോക്കൽ ലാംഗ്വേജിലായിരിക്കണം അത് എഴുതേണ്ടത്. ഇനി it should be generally known to all those who are interested. ഇനി എന്താണ് പറഞ്ഞേക്കുന്നത് അതിനകത്ത്? അത് it should be generally know, താല്പര്യമുള്ള എല്ലാവരും ഇത് പൊതുവെ ആയിട്ട് അറിഞ്ഞിരിക്കണം. അതായത് എന്താണ് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ എംപ്ലോയീസൊക്കെ ആണെങ്കിലും അതെന്താണ് ആ പേഴ്സണൽ സ്റ്റാഫ് പോളിസി എന്താണെന്നുള്ളത് അവര് അറിഞ്ഞിരിക്കണം. It should be generally known to all those who are interested. ഇനി it should be written in order to perceive it against loss. എങ്ങനെയായിരിക്കണം? It should be written in order to preserve it against loss. നഷ്ടത്തിൽ നിന്ന് സംരക്ഷിക്കാനാണ് ഇത് എഴുതേണ്ടത്. Preserve it against loss. അതായത് ഓർഗനൈസേഷനെ സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കണം. ഓർഗനൈസേഷനെ കൊണ്ടുവന്ന് നമ്മുടെ എന്താ പറയാ അതിനൊരു ബാധ്യത ഉണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലായിരിക്കരുത് പോളിസി. സ്റ്റാഫ് പോളിസി എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കണം? ഇത് എങ്ങനെ വേണം എഴുതാൻ? in order to preserve it against loss. ആ ഓർഗനൈസേഷന് നഷ്ടമൊന്നും സംഭവിക്കാതെ അതിനെ സംരക്ഷിക്കുന്ന രീതിയിലായിരിക്കണം പേഴ്സണൽ പോളിസി. It must be reasonably stable but not rigid. എങ്ങനെയായിരിക്കണം? അത് സ്റ്റേബിൾ ആയിരിക്കണം, പക്ഷെ എന്നാൽ അധികം റിജിഡ് ആവാൻ പാടില്ല, അധികം കർക്കശമാകരുത്, കട്ടിയാവരുത്, റിജിഡ് ആവരുത്. ഇനി it should be a result of the careful analysis of all the available factors. ലഭ്യമായിട്ടുള്ള എല്ലാ വസ്തുക്കളും സൂക്ഷ്മമായി വിശകലനം ചെയ്ത വിശകലനത്തിന്റെ ഫലമായിരിക്കണം അത്. It should be the result of careful analysis of all the available factors. എല്ലാ ലഭ്യമായിട്ടുള്ള ഫാക്ടുകൾ. ഇപ്പൊ നമ്മൾ വെറുതെ എന്തെങ്കിലും അങ്ങനെ എഴുതിയാൽ പോരാ, നമുക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ വസ്തുതകളും ഫാക്ട്സും അതിനെയൊക്കെ വളരെ സൂക്ഷ്മമായി വിശകലനം ചെയ്തിട്ട് അതിന്റെ ഒരു റിസൾട്ട് ആയിരിക്കണം പേഴ്സണൽ പോളിസി. ഇനി അടുത്ത് നോക്കിയേ, it should be uniform throughout the organization. എങ്ങനെയായിരിക്കണം? ഒരു ഓർഗനൈസേഷൻ ഉടനീളം ഇത് ഏകീകൃതമായിരിക്കണം. ഒരു ഓർഗനൈസേഷനിൽ ഉടനീളം ഇത് ഏകീകൃതമായിരിക്കണം. It should be uniform throughout the organization. ഓർഗനൈസേഷനിലുടനീളം ഇത് ഏകീകൃതമായിരിക്കണം. ക്ലിയർ ആയോ? It should be uniform throughout the organization. ഓർഗനൈസേഷനിലുടനീളം ഇത് ഏകീകൃതമായിരിക്കണം. ഓക്കെ ആണോ നോക്കിയേ? ഒരു പോയിന്റ് കൂടെ ഉണ്ട് അല്ലേ? ലാസ്റ്റത്തെ ഒരു പോയിന്റ്. It must be provide a two-way communication system between the management and the employee. ഇത് എന്ത് പ്രൊവൈഡ് ചെയ്യണം? ഒരു two-way communication system. ആരൊക്കെ തമ്മിലുള്ള? മാനേജ്മെന്റും എംപ്ലോയിയും തമ്മിലുള്ള ഒരു two-way communication system ഈ പേഴ്സണൽ പോളിസി പ്രൊവൈഡ് ചെയ്യണം. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ സ്റ്റാഫിന്റെ പോളിസിയാണ് കേട്ടോ. ഒരു ഓർഗനൈസേഷനിൽ നമ്മള് എന്താണ് സ്റ്റാഫ് പോളിസികളുണ്ട്. അല്ലാതെ എംപ്ലോയിന് തോന്നിയ രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല. സ്റ്റാഫ് പോളിസി എംപ്ലോയി ഈ സൗണ്ട് ഒരു നല്ലൊരു പേഴ്സണൽ പോളിസി സ്റ്റാഫ് പോളിസിക്ക് ഉണ്ടായിരിക്കേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ വേണം എന്നാ പറയുന്നത്. ഒന്ന് നോക്കി വായിച്ച് പെട്ടെന്ന്. ഓക്കെ, ക്ലിയർ ആണോ? അതൊന്ന് നോട്ട് ചെയ്ത് കേട്ടോ അവിടെ. നല്ലൊരു പേഴ്സണൽ പോളിസി, ഗുഡ് പേഴ്സണൽ പോളിസിക്ക് എസെൻഷ്യൽ ആയിട്ട് അത്യാവശ്യം വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഓക്കെ അല്ലേ? ഓക്കെ,
എസ് സുചിത്ര ഇവിടെ മെസ്സേജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എസ്. ഇനി ഒരു കുഞ്ഞു കാര്യം കൂടി നോക്കി, ഓർഗനൈസേഷൻ സ്ട്രക്ചർ. ഓർഗനൈസേഷന്റെ ആ സ്ട്രക്ചർ എങ്ങനെയാന്ന് നോക്കിയേ. An organization structure explains how activities like task allocation, coordination, and supervision are directed towards the achievement of organization aims. അതായത് ആ ടാസ്കുകള്, ഓർഗനൈസേഷന്റെ ടാസ്കുകള് അത് അലോക്കേറ്റ് ചെയ്യുക, അതിനെ കോർഡിനേറ്റ് ചെയ്യുക, അതിനെ അതിന്റെ സൂപ്പർവിഷൻ, അതിന് വേണ്ട മേൽനോട്ടം വഹിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ, തുടങ്ങിയ ആ പ്രവർത്തനത്തിന്റെ എങ്ങനെയാണ് അത് ആ ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നത് എന്ന് ഒരു ഓർഗനൈസേഷന്റെ സ്ട്രക്ചർ വിശദീകരിക്കുന്നു. അപ്പൊ ഈ കാര്യങ്ങൾ, അതായത് ടാസ്ക് അലോക്കേഷൻ, കോർഡിനേഷൻ, സൂപ്പർവിഷൻ, എല്ലാത്തിന്റെ മേൽനോട്ടം തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലേക്ക് എങ്ങനെ നയിക്കപ്പെടും, അതാണ് ഈ കാര്യങ്ങൾ. ടാസ്ക് അലോക്കേഷൻ, കോർഡിനേഷൻ, സൂപ്പർവിഷൻ, ഇതെല്ലാവരും തുടങ്ങിയ പ്രവർത്തനങ്ങൾ ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലേക്ക് എങ്ങനെ നയിക്കപ്പെടുന്നു എന്ന് ഓർഗനൈസേഷണൽ സ്ട്രക്ചർ എന്ത് ചെയ്യുന്നു, എക്സ്പ്ലെയിൻ ചെയ്യുന്നു. Organization structure explains how activities like task allocation, coordination, and supervision are directed towards the achievement of organization aims. Okay. ഇനി അതൊന്ന് നോക്കുക എന്താണ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, ആശയം എന്താണ്, ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിന്റെ ആശയം എന്താണ്. ഒന്നാമത്തെയാണ് ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് ഓർ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ. അതായത് ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് എന്ന് പറഞ്ഞാൽ ദൗത്യ നിർവഹണം. ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതിന്റെ ആശയം എന്താണ്, അവിടെ ടാസ്കുകള്, അതായത് ദൗത്യങ്ങള് നിർവഹിക്കുക. ഓർ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, സ്റ്റാഫിന്റെ സംതൃപ്തിയും. ടാസ്കുകൾ നിർവഹിക്കുകയും അല്ലെങ്കിൽ സ്റ്റാഫിന്റെ സംതൃപ്തിയും, തൊഴിലാളികളുടെ സംതൃപ്തിയും. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. ഡെലിഗേഷൻ എന്ന് പറഞ്ഞാൽ അധികാരം കൈമാറ്റം. ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി, അതോറിറ്റിക്ക് അധികാരം കൈമാറുക. ഇറ്റ് ഈസ് ദ ഡെലിവറി ബൈ വൺ ഇൻഡിവിജ്വൽ ടു അനദർ the right to act, to take a decision, to requisition resources, to give a direction to others, to act and to execute other tasks in order to fulfill job responsibility. ജോലിയുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനായിട്ടും അത് പ്രവർത്തിക്കുന്നതിനും അതിന് വേണ്ട തീരുമാനങ്ങൾ എടുക്കാനും റിസോഴ്സുകൾ ആവശ്യപ്പെടാനും മറ്റുള്ളവർക്ക് പ്രവർത്തിക്കാനുള്ള നിർദ്ദേശം നൽകാനും മറ്റുള്ള ജോലികൾ നിർവഹിക്കാനുമുള്ള ഒരു അവകാശം എന്ത് ചെയ്യുന്നു, ഒരു വ്യക്തി മറ്റൊരാൾക്ക് കൈമാറുന്നതിനെയാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. ഡെലിവറി ഓഫ് വൺ ഇൻഡിവിജ്വൽ ടു അനദർ. ഈ കാര്യങ്ങളൊക്കെ ഉണ്ടോ, ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു അധികാരം ഒരാള് മറ്റൊരാൾക്ക് കൈമാറുന്നതാണ് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. പിന്നെ അടുത്തതാണ് പ്രോപ്പർ സ്പാൻ ഓഫ് സൂപ്പർവിഷൻ. ഫുൾ ലൈഫ് സൂപ്പർവിഷൻ, മേൽനോട്ടത്തിന്റെ ശരിയായ പരിധി. ഫുൾ ലെങ്ത് ഓഫ് സൂപ്പർവിഷൻ, ദ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ. എന്താണ് വൈവിധ്യം നേടുക. അണ്ടർ സൂപ്പർ സ്പെഷ്യലൈസേഷൻ ലിമിറ്റഡ് ഡ്യൂട്ടീസ് ആർ പെർഫോംഡ് റെഗുലർലി ആൻഡ് റെസ്പെക്റ്റീവ്ലി. പരിമിതമായിട്ടുള്ള ജോലികള് പതിവായിട്ട് ആവർത്തിച്ച് അവിടെ നിർവഹിക്കുന്നു. ഫ്രം ദ പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂ, specialization makes the learning of job routines easier and turns the worker into an expert in this job. കണ്ടോ, അതായത് നമ്മളിപ്പോ ഒന്നില് സ്പെഷ്യലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലെ. നമ്മൾ സ്പെഷ്യലൈസ്ഡ് ആണ് എങ്കില് നമുക്കത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഫ്രം ദ പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂ, സ്റ്റാഫിന്റെ ആ പോയിന്റ് ഓഫ് വ്യൂവില് സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞ എന്താണ്, മേക്സ് ദ ലേണിംഗ് ഓഫ് ജോബ് റുട്ടീൻ. ജോലിയുടെ ആ റുട്ടീൻ അത് എങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്ത് ചെയ്യുന്നു, ഇറ്റ് ടേൺസ് ദ വർക്കർ ഇൻടു ആൻ എക്സ്പേർട്ട് ഇൻ ദിസ് ജോബ്. അങ്ങനെ വർക്കറെ എന്തിനാക്കും, എക്സ്പേർട്ട് ആക്കും. ടേൺസ് ദ വർക്കർ ഇൻടു ആൻ എക്സ്പേർട്ട് ഇൻ ഹിസ് ജോബ്. ആ വർക്കേഴ്സിനെ എന്ത് ചെയ്യും, എക്സ്പേർട്ട് ആക്കും. അത് അങ്ങനെയല്ലേ, ഏത് ജോലിക്കും അങ്ങനെയല്ലേ. നമ്മൾ ആദ്യമായിട്ട് ചെല്ലുമ്പോ ചിലപ്പോ നമുക്ക് എന്തെങ്കിലും ഒരു ഇതായിരിക്കും, നമ്മളത് പിന്നെ ത്രൂ എക്സ്പീരിയൻസ് ആണ് നമ്മളെ
അല്ലെ? നമ്മൾ ആ ജോലിയിൽ എക്സ്പേർട്ട് ആക്കും. നമ്മള് കുറച്ച് ദിവസങ്ങൾ അടുപ്പിച്ച് ആ ജോലി ചെയ്യുമ്പോൾ എല്ലാവരും അതിൽ എക്സ്പേർട്ട് ആവും. അല്ലെ? പതിവായിട്ടുള്ള ജോലികൾ ഈസി ആക്കുകയും ആ വർക്കറിനെ ആ ജോലിയിൽ എക്സ്പേർട്ട് ആക്കുകയും ചെയ്യും. അതാണ് ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. നമ്മൾ അതിന്റെ സ്പെഷ്യലൈസ്ഡ് ആയി. മനസ്സിലായോ? പിന്നെ അടുത്തത് എന്താണ്? കമ്മ്യൂണിക്കേഷൻ ചാനൽ ഷുഡ് ബി പ്രോപ്പർ. കമ്മ്യൂണിക്കേഷൻ ചാനൽ പ്രോപ്പർ ആയിട്ട്, അതായത് എംപ്ലോയിയും മാനേജ്മെന്റും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ചാനൽ പ്രോപ്പർ ആക്കുന്നു. ഇതൊക്കെയാണ് ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. അതൊക്കെ ഇമ്പോർട്ടന്റ് ഉള്ളത് മാത്രം നമ്മൾ അധികം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. എന്തായാലും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവല്ലോ അതിനകത്ത് എന്താ പറയണേന്നുള്ളത്. ഇത് ഫുള്ള് ഇന്ന് ബൈഹാർട്ട് ചെയ്യേണ്ടതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ഇത്രയും വലിയൊരു ചാപ്റ്റർ ആണ്. കാര്യങ്ങൾ മാക്സിമം നിങ്ങൾ അത് മനസ്സിലാക്കി വെക്കാം. മനസ്സിലായോ? എന്താണ് ഒന്നാമത്തെ എന്താ കോൺസെപ്റ്റ്? എന്താ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എന്ന് പറഞ്ഞ ആശയം എന്താണ്? ഒന്നാമത്തെ ടാസ്കുകള് അല്ലെ നിർവഹിക്കുക. അത് ഓരോ ജോലികളും ഓരോ ടാസ്ക് അല്ലേ? അത് ടാസ്ക് അക്കംപ്ലിഷ്മെന്റ് ഓർ എന്താ പറയാ ദൗത്യങ്ങള് നിർവഹിക്കുക. ഓർ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ, സ്റ്റാഫിന്റെ സംതൃപ്തി, എംപ്ലോയിയുടെ സംതൃപ്തി. പിന്നെ അടുത്തത് ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ റൈറ്റ് ടു ആക്ട്, ടു ടേക്ക് ദ ഡിസിഷൻ, ടു റിക്വസിഷൻ റിസോഴ്സ്, ടു ഗിവ് ഡയറക്ഷൻ ടു അതേഴ്സ്, ടു ആക്ട് ആൻഡ് എക്സിക്യൂട്ട് അതർ ടാസ്ക് ഇൻ ഓർഡർ ടു ഫുൾഫിൽ ജോബ് റെസ്പോൺസിബിലിറ്റി. ആ ജോലിയുടെ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്തതിനു വേണ്ടി ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ വേറൊരു ഇൻഡിവിജ്വലിന് അത് ഡെലിവറി ചെയ്യുക. അതാണ് അധികാര കൈമാറ്റം, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി എന്ന് പറയുന്നത്. പിന്നെ അടുത്ത് പ്രോപ്പർ ലെങ്ത് ഓഫ് സൂപ്പർവിഷൻ നടത്തുക. ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ, നമ്മള് സ്പെഷ്യലൈസേഷൻ ചെയ്യുക. അതായത് സ്റ്റാഫ് പോയിന്റ് ഓഫ് വ്യൂവില് സ്പെഷ്യലൈസേഷൻ എന്ന് പറഞ്ഞാ പുതിയ നമ്മള് ഡെയിലി ജോബ് റുട്ടീൻ ഈസിയർ ആക്കി പഠിക്കുക. അതുപോലെ തന്നെ വർക്കറിനെ എന്താക്കുക? ജോബിലേക്ക് എക്സ്പേർട്ട് ആക്കുക. ആൻഡ് ടേൺസ് ദ വർക്കർ ഇൻടു ആൻ എക്സ്പേർട്ട് ഇൻ ഹിസ് ജോബ്. ആ ജോലിയില് എന്താണ് വർക്കേഴ്സിനെ എക്സ്പേർട്ട് ആക്കുക. എന്താ? കമ്മ്യൂണിക്കേഷൻ ചാനൽ ഷുഡ് ബി പ്രോപ്പർ. കമ്മ്യൂണിക്കേഷൻ ചാനൽ എന്താണ്? പ്രോപ്പർ ആക്കുക. ഓക്കെ, പ്രോപ്പർ ആക്കുക. അതായത് എംപ്ലോയി മാനേജ്മെന്റ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ ചാനൽ പ്രോപ്പർ ആക്കുകയാണ്. ഒരു കുഞ്ഞു കാര്യമാണ് ഇത് ഹ്യൂമൻ റിസോഴ്സ് പ്ലാൻ എന്ന് പറയുന്നത്. ഒരു കുഞ്ഞു കാര്യം പറഞ്ഞിട്ട് നമുക്ക് നിർത്താം കേട്ടോ. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ്? ഹ്യൂമൻ റിസോഴ്സ് ആരാണ് ഹ്യൂമൻ റിസോഴ്സ്? മനുഷ്യരാണ് അല്ലെ ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത്. ആ ഹ്യൂമൻ റിസോഴ്സ് പ്ലാനിങ് എന്ന് പറയുന്നത് എന്താ? ദ മോസ്റ്റ് വാല്യുബിൾ അസറ്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ ഈസ് ഹ്യൂമൻ റിസോഴ്സ്. ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടെ. ഒരു ഓർഗനൈസേഷനിലെ ഏറ്റവും അസറ്റ്, വാല്യുബിൾ ആയി വിലപിടിച്ച അസറ്റ് എന്ന് പറയുന്ന ആസ്തി ആര് തന്നെയാണ്? ഹ്യൂമൻ റിസോഴ്സ് ആണ്. നോട്ട് എ മണി ഓർ ഫിസിക്കൽ എക്യുപ്മെന്റ്. പൈസയോ മറ്റോ ഫിസിക്കൽ എക്യുപ്മെന്റോ ഒന്നുമല്ല ശരിക്കും. അവരുടെ ഓർഗനൈസേഷൻ അസറ്റ് ആരാണ്? ആസ്തി ആരാണ്? മോസ്റ്റ് വാല്യുബിൾ അസറ്റ് എന്ന് പറയുന്നത് ആര് തന്നെയാണ്? ഹ്യൂമൻ റിസോഴ്സ്. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കുറെ കാശുണ്ട്, ഞാൻ വലിയൊരു ഇൻഡസ്ട്രി ഒരു ബിസിനസ് തുടങ്ങി, ഞാൻ വലിയൊരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടു കാര്യമുണ്ടോ? ഇല്ല. അവിടെ പ്രോപ്പർ ആയിട്ട് വർക്കിംഗ് ചെയ്യണമെങ്കിൽ ആര് വേണം? അവിടെ ഹ്യൂമൻ റിസോഴ്സ് വേണം. ആ സ്ഥാപനത്തിന്റെ വിജയത്തിന് ആരാണ് ആ സ്ഥാപനത്തിന്റെ വിജയത്തിന് പിന്നിലുള്ളത് ആരാണ്? ഹ്യൂമൻ റിസോഴ്സ് അല്ലേ? അപ്പൊ അതുകൊണ്ട് വാല്യുബിൾ അസറ്റ് എന്ന് പറയുന്നത് ആരാണ്? ഹ്യൂമൻ റിസോഴ്സ് അല്ലേ? ആണോ? ആണ്. അപ്പൊ കഴിഞ്ഞ ദിവസം കോൺവെക്കേഷൻ 22 HRM 9th ബാച്ചിന്റെ കോൺവെക്കേഷൻ ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പൊ 22 കുട്ടികള് ഇന്നിപ്പോ എനിക്ക് PG ഉണ്ടായിരുന്നു. 22 കുട്ടികള് PGയിലേക്ക് ജോയിൻ ചെയ്തിട്ടേ. അപ്പൊ അവര് പറഞ്ഞു ഇങ്ങനെ, ഞാൻ പറഞ്ഞു കോൺവെക്കേഷന് കുറച്ചുപേരെ വന്നോളൂ, PGയില് അവര് ഉള്ളത് കൊണ്ട് PG കഴിയുമ്പോൾ വരാനായിട്ട് ഇരിക്കായിരുന്നു എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ച്. ആ കുട്ടികൾ വന്നിട്ട് എന്താ ഒരു സ്നേഹം. നിങ്ങളും അങ്ങനെയൊക്കെ ആയിരിക്കും കോൺവെക്കേഷന് വരാൻ പറ്റുന്നവര്. വലിയ കെട്ടിപ്പിടിക്കുക, മിസ്സിയെ എന്തൊക്കെയാണ് കാണാൻ വേണ്ടിയാണ് ഇത്രയും ദൂരം വന്നതെന്നൊക്കെ പറഞ്ഞൊക്കെ അവരിങ്ങനെ പറയാം. അപ്പൊ അവിടെ വേറെ ഒന്നുമല്ല ഞാൻ പറയാൻ വന്നത്. അവിടെ സാറപ്പോ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് വന്നത് ജയദേവ് സാർ ഉണ്ടല്ലോ, സാറപ്പോ അവിടെ സംസാരിച്ചു. ഞങ്ങളുടെ അസറ്റാണ് ടീച്ചിങ്സ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇങ്ങനെ പറയണ്ടായിരുന്നു.
അതാ പറഞ്ഞത്. ഇപ്പൊ നമ്മളിപ്പോ എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും ഇവിടെ അത് ക്ലാസ് എടുക്കാൻ അതിന് ആപ്റ്റായിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ അല്ലേ ക്ലാസ് എടുക്കാൻ ടീച്ചേഴ്സ്, അതുപോലെ അയക്കാനായിട്ട് ക്ലാസ്സുകൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് തരാനായിട്ടുള്ള ടെക്നിക്കൽ ടീം ഇവരൊക്കെ ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമുക്ക് ആ ഈ ഒരു സ്ഥാപനം നമുക്ക് നിലനിൽക്കുള്ളൂ അല്ലേ. ഒരു കുഞ്ഞു രീതിയിൽ നമ്മൾ തുടങ്ങിയിട്ട് ഇത്രത്തോളം 120ഓളം സ്റ്റാഫ്, 120അല്ല 150ഓളം സ്റ്റാഫുകൾ ഉണ്ട് നമുക്ക്. 5 ഓഫീസുകളുണ്ട്. ഒരു കുഞ്ഞു ഓഫീസായിട്ട് നമ്മൾ തുടങ്ങിയത് PSC ആയിട്ട് തുടങ്ങിയ ഇതാണ് ഇത്രത്തോളം വലിയത്. അപ്പൊ ആരാണ് അതിന്റെ ആ ഒരു അസറ്റ് എന്ന് പറയുന്നത് ആര് തന്നെയാണ്? ഹ്യൂമൻ റിസോഴ്സ് ആണ്. മനസ്സിലായോ? അപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ച് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള അസറ്റ് എന്ന് പറയുന്നത് പൈസയോ മറ്റു ഫിസിക്കൽ എക്യുപ്മെന്റോ ഒന്നും അല്ല, ഹ്യൂമൻ റിസോഴ്സ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പൊ അത് തുടങ്ങി കഴിഞ്ഞാൽ അത് മൊത്തം തീർക്കേണ്ട വരും. ഞാനൊരു 5 മിനിറ്റ് വൈകി പോയിട്ടോ, അവിടെ ഞാൻ പറയുകയാണെ സോറി കേട്ടോ. ആരെങ്കിലൊക്കെ പോയായിരുന്നു അന്ന് ക്ലാസ്സിൽ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഞാനത് ധൈര്യമായിട്ട് ഒരു 2-3 മിനിറ്റ് ഇരുന്നേ. ഞാൻ പറഞ്ഞു അവരോട്, എന്റെ കുട്ടികളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അഥവാ എങ്ങാനും ഒരു 2-3 മിനിറ്റ് വൈകി കഴിഞ്ഞാൽ മക്കളെ ഇപ്പൊ തന്നെ വരും കേട്ടോ. ഒരു ക്ലാസ്സിൽ നിന്ന് ചിലപ്പോ ഇറങ്ങാനായിട്ട് ബൈ ചാൻസ് എന്തെങ്കിലും കാരണം കൊണ്ട് ഇത്തിരി വൈകുകയാണെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് ഇറങ്ങുന്നതിനും വൈകുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരോടൊന്ന് വായിക്കാനായിട്ട്, ഒന്ന് വായിച്ചു നോക്കാനായിട്ട് കേട്ടോ. ഓക്കെ, സോറി ഒന്നോടെ പറയാണ് കേട്ടോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. നമുക്ക് പേടിക്കണ്ട, നമുക്ക് 3 അവർ അവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് നമ്മുടെ പോർഷൻസ് ഒക്കെ തീരും. ഓക്കെ, ബാക്കി തന്നെ നാളെ നോക്കിയാൽ മതിയില്ലേ. ഇനിയിപ്പോ ആ പാരഗ്രാഫ് അങ്ങ് തുടങ്ങി കഴിഞ്ഞാൽ മൊത്തം പറയണം. അപ്പൊ നിങ്ങൾക്ക് അതിന് 2-3 മിനിറ്റ് കൂടി ഇരിക്കണം. ഇപ്പൊ തന്നെ നമുക്ക് 3:30 ആവുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് പിള്ളേരൊക്കെ വന്നിട്ട് തിരക്കിട്ട് ചായ വെക്കണം അല്ലേ? പെട്ടെന്ന് തിരക്കല്ലേ? അപ്പൊ അതുകൊണ്ട് ഞാൻ ഇനി കൂടുതൽ ഇരുത്തുന്നില്ല. ബാക്കി നമുക്ക് നാളെ ഉണ്ടല്ലോ, നാളെ നോക്കാം കേട്ടോ. ഹ്യൂമൻ റിസോഴ്സ് കാര്യങ്ങളുള്ളത് നാളെ. പിന്നെ ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ. ഓക്കെ, എല്ലാവരും ഒക്കെ ചായയൊക്കെ വെച്ച് ചായയൊക്കെ കുടിക്കാം കേട്ടോ. ഓക്കെ, നാളെ